നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചന എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോഗ്രാം സ്വർണം തട്ടിയെടുത്തു. പാളികളിൽ പൂശാൻ സ്പോൺസേഴ്സ് നൽകിയ സ്വർണവും കൈവശപ്പെടുത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട്. തട്ടിയെടുത്ത സ്വർണം എങ്ങനെ വിനിയോഗിച്ചെന്നും കൂട്ടുത്തരവാദികളെക്കുറിച്ചും അന്വേഷിക്കുമെന്നും കസ്റ്റഡി അപേക്ഷ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ട് കോടതി. ഈ മാസം 30 വരെ SITക്ക് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാം. തന്നെ കുടുക്കിയതാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. കോടതി പരിസരത്ത് പ്രതിക്ക് നേരെ BJP പ്രവർത്തകന്റെ ചെരുപ്പേറ്. 2019 ക്രമക്കേട് നടന്നെന്ന് സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുരുക്കി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചു. ഉദ്യോഗസ്ഥരും പങ്കുപറ്റി. ഗൂഢാലോചനയിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിനും പങ്ക്. സ്വർണം വാങ്ങിയ കൽപേഷിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നും അന്വേഷണം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചോദ്യമുനയിലേക്ക്. ആരോപണ വിധേയനായ മുരാരി ബാബുവിനെ കരയോഗം ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി NSS. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിച്ചു. ചടങ്ങുകൾ തുലാമാസ പൂജകൾക്കായി നട തുറന്നതിന് പിന്നാലെ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നാളെ. ബുധനാഴ്ച ദർശനത്തിനെത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും അനുഗമിക്കും. കൊല്ലം കൊട്ടാരക്കര മരുതിമലയിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ചാടി വിദ്യാർത്ഥിനികളുടെ ആത്മഹത്യാശ്രമം. പത്തനംതിട്ട പെങ്ങനാട് സ്വദേശി മീനുവിന് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ശിവർണയുടെ നില ഗുരുതരം. ഇരുവരും അടൂർ തൃച്ചേന്തമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. താമരശ്ശേരിയിലെ 9 വയസ്സുകാരിയുടെ മരണത്തിൽ പ്രതിരോധത്തിലായി ആരോഗ്യവകുപ്പ്. പരിശോധനാ റിപ്പോർട്ടുകളിൽ ഡോക്ടേഴ്സ് വ്യക്തത വരുത്തണമെന്ന് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. കുട്ടി മരിച്ചത് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമല്ലെന്ന പോസ്റ്റ്മോർട്ടം നടപടിക്ക് പിന്നാലെ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. താമരശ്ശേരി DYSPക്ക് പരാതി നൽകി. ഹിജാബ് വിവാദത്തിൽ എറണാകുളം പള്ളുരുത്തി സെയിന്റ് റിത്താസ് സ്കൂളിന് തിരിച്ചടി. ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDE ഉത്തരവ് സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. സ്കൂളിന്റെ ആവശ്യം കോടതി തള്ളി. വിവാദങ്ങൾക്ക് പിന്നാലെ സ്കൂൾ ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥിനി. കുട്ടിയെ മറ്റൊരു സ്കൂളിൽ ചേർക്കുമെന്ന് പിതാവ്. മാനേജ്മെന്റിനെതിരെ വിമർശനം തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടുക്കുന്ന പീഡനം. IT ജീവനക്കാരിയെ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചതായി പരാതി. വാതിൽ തള്ളിത്തുറന്ന് പ്രതി അകത്ത് കയറിയത് ഇന്ന് പുലർച്ചെ. അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന യുവതി. അന്വേഷണം ആരംഭിച്ച് കഴക്കൂട്ടം പോലീസ്. സെൻസർ ബോർഡിന്റെ കടുംവെട്ടിനെതിരായ ഹാൽ സിനിമാ നിർമ്മാതാക്കളുടെ ഹർജിയിൽ ഇടപെട്ട് ഹൈക്കോടതി. സിനിമ കാണാമെന്ന് കോടതിയുടെ ഉറപ്പ്. ചിത്രത്തിന്റേത് മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കമെന്ന് അണിയറ പ്രവർത്തകർ. കേസിൽ കത്തോലിക്ക കോൺഗ്രസിനെ കക്ഷി ചേരാൻ അനുവദിച്ച് കോടതി. KPCC നേതൃപദവി നിഷേധിച്ചതിൽ ചാണ്ടി ഉമ്മന് കടുത്ത അതൃപ്തി. UDF കൺവീനർ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ സ്വീകരണ പരിപാടി ബഹിഷ്കരിച്ചു. വിവാദമായതോടെ പാർട്ടി തീരുമാനത്തിന് ഒപ്പമെന്ന വിശദീകരണവുമായി ചാണ്ടി. അനുയായികളെ പരിഗണിക്കാത്തതിൽ K മുരളീധരനും K സുധാകരനും അതൃപ്തി. ചോദ്യങ്ങളിൽ നിന്നൊഴിഞ്ഞുമാറി VD സതീശൻ. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ ദുൽഖർ സൽമാന്റെ വാഹനം ഉപാധികളോടെ വിട്ടുനൽകാൻ കസ്റ്റംസ്. ബാങ്ക് ഗ്യാരണ്ടിയോടെ ലാൻഡ് റോവർ ഡിഫൻഡർ കൈമാറും. വാഹനം കേരളത്തിന് പുറത്ത് കൊണ്ടുപോകരുത്. തീരുമാനം ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന്. പാലിയേക്കരയിലെ ടോൾ വിലക്ക് നീക്കി ഹൈക്കോടതി. ഉപാധികളോടെ ടോൾ പിരിക്കാൻ അനുമതി നൽകുന്നത് 71 ദിവസത്തിന് ശേഷം. പഴയ നിരക്ക് തുടരണമെന്നും കോടതി. ഹൈക്കോടതി വിധി നിരാശാജനകമെന്ന് ഹർജിക്കാരൻ. ടോൾ പിരിവ് പുനഃസ്ഥാപിച്ചതോടെ പാലിയേക്കര ടോൾ ബൂത്തിന് പോലീസ് സുരക്ഷ കൂട്ടി. ബീഹാർ തിരഞ്ഞെടുപ്പ് ചൂടിൽ. 1ാം ഘട്ട വോട്ടെടുപ്പിന് പത്രിക നൽകാനുള്ള സമയപരിധി അവസാനിച്ചു. നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി അമിത്ഷാ. ബീഹാറിൽ NDAയുടെ നേതാവ് നിതീഷ് കുമാർ എന്ന JDU. സീറ്റുകളിൽ അന്തിമ ധാരണയിലെത്താതെ മഹാസഖ്യം. സംസ്ഥാനത്ത് തുലാവർഷം കനക്കുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകും. എറണാകുളത്ത് ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്.
ഈസ്റ്റ് ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ബോട്ട് മറിഞ്ഞ് 3 ഇന്ത്യക്കാർ മരിച്ചു. ഒരു മലയാളി ഉൾപ്പെടെ 5 പേരെ കാണാതായി. അപകടത്തിൽപ്പെട്ടത് MT ക്വസ്റ്റ എന്ന എണ്ണക്കപ്പലിലെ നാവികർ. മലയാളി ഉൾപ്പെടെ 5 പേരെ രക്ഷപ്പെടുത്തി. തൃശൂർ കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസ്. പിഴവുണ്ടായെന്ന് സംബന്ധിച്ച് ഡോക്ടർ. 41-കാരനായ ഇല്യാസ് മരിച്ചത് ഇന്നലെ. പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ച് DDE. അർജുന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യം. കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കും. മരണം അധ്യാപികയുടെ മാനസിക പീഡനത്തെ തുടർന്നെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ. ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ കോളേജ് ക്യാമ്പസിനുള്ളിൽ ബലാത്സംഗം ചെയ്തു. ആൺകുട്ടികളുടെ ശുചിമുറിയിൽ വച്ചാണ് ബലാത്സംഗം നടന്നത്. സംഭവത്തിൽ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥി അറസ്റ്റിൽ. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അവസരവാദ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരാണ് ലീഗ് നാളെ ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല. വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി പദത്തിൽ എത്താനുള്ള ശ്രമത്തിലാണ് ലീഗെന്നും യോഗനാഥം മാസികയിലെ മുഖപ്രസംഗത്തിൽ വിമർശനം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി. കുടിശ്ശിക നൽകാത്തതോടെ 21-ന് സ്റ്റോക്ക് തിരിച്ചെടുക്കുമെന്ന് ഉപകരണ വിതരണക്കാർ. കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിലും എറണാകുളം ജനറൽ ആശുപത്രിയിലും സ്റ്റോക്ക് പിൻവലിക്കും. പ്രതിഷേധം ശക്തമാക്കി മെഡിക്കൽ കോളേജുകളിലെ അധ്യാപകരുടെ സംഘടനയായ KGM-CTA. തിങ്കളാഴ്ച കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലെയും OP ബഹിഷ്കരിക്കും. തിങ്കളാഴ്ച മെഡിക്കൽ കോളേജുകളിൽ ജൂനിയർ ഡോക്ടർമാരുടെയും PG ഡോക്ടർമാരുടെയും സാന്നിധ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കൊച്ചി കോർപ്പറേഷന് കീഴിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി LDF-ഉം UDF-ഉം. 6557 ഇരട്ട വോട്ടുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. BJP-യും കോൺഗ്രസും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ്. ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീം കോടതി മുൻ ജഡ്ജി ഡോക്ടർ ജസ്റ്റിസ് BS ചൌഹാന്റെ നേതൃത്വത്തിൽ 3-അംഗ കമ്മീഷനെ നിയോഗിച്ചു. മുൻ സെഷൻസ് ജഡ്ജി മോഹൻ സിംഗ് പരിഹാറും IAS ഉദ്യോഗസ്ഥൻ തുഷാർ ആനന്ദും സമിതിയിൽ. മാലദ്വീപ് പണമയക്കൽ പരിധി SBI വെട്ടിക്കുറച്ചതിൽ ഇന്ത്യൻ പ്രവാസികളുടെ പ്രതിസന്ധി ശ്രദ്ധയിൽപ്പെട്ടതായി ഇന്ത്യൻ ഹൈക്കമ്മീഷൻ. ഗൗരവം കണക്കിലെടുത്ത് മാലദ്വീപ് അധികൃതരുമായി ചർച്ച നടത്തുന്നുണ്ട്. പ്രവാസികൾ ഡോളറിൽ ശമ്പളം അഭ്യർത്ഥിക്കണമെന്നും ഹൈക്കമ്മീഷൻ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുൻഗണനാ പട്ടിക തയ്യാറാക്കി മുഖ്യമന്ത്രി. പരിഗണന അക്കാഡമിക് യോഗ്യത മാത്രമാണ് എന്ന് വിവരം. മുൻ വൈസ് ചാൻസലർമാരായ സജി ഗോപിനാഥും MS രാജശ്രീയും പട്ടികയിൽ താഴെ. സർക്കാർ പട്ടിക ഗവർണർ അംഗീകരിക്കാൻ സാധ്യത. പേരാമ്പ്ര സംഘർഷത്തിൽ 3 കോൺഗ്രസ് പ്രവർത്തകർ കൂടി കസ്റ്റഡിയിൽ. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദൻ കല്ലൂർ, മണി പൈത്തോത്ത്, മുസ്തഫ എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. പോലീസുകാരെ ഗ്രനേഡ് എറിയാൻ പഠിപ്പിക്കാൻ വടകര റൂറൽ പോലീസ്. DYSP-മാർക്കും SHO-മാർക്കും വടകര റൂറൽ SP സർക്കുലർ അയച്ചു. പരിശീലനം തുടങ്ങി. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ BJP വേദിയിൽ. BJP-യുടെ വികസന സന്ദേശ യാത്രയുടെ തൃശൂരിലെ ഉദ്ഘാടന വേദിയിലാണ് ഔസേപ്പച്ചൻ എത്തിയത്. പാകിസ്ഥാനിലെ വസീറിസ്ഥാനിൽ സൈനികർക്ക് നേരെ ചാവേർ ആക്രമണം. നിരവധി പാക് സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 4 ഭീകരരെ വധിച്ചതായി പാക് സൈന്യം. RSS ശാഖയിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്നാരോപിച്ച് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ തുടരന്വേഷണം പൊൻകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ആരോപണ വിധേയനായ നിധീഷ് മുരളീധരനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കില്ലെങ്കിലും ലൈംഗിക പീഡന കുറ്റം ചുമത്താമെന്ന് നിയമോപദേശം. എറണാകുളം മട്ടാഞ്ചേരിയിൽ വെർച്വൽ തട്ടിപ്പിൽ 2 പേർ കൂടി അറസ്റ്റിൽ. മട്ടാഞ്ചേരി പോലീസ് ഡൽഹിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. 2,88,00,000 രൂപയുടെ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയത്. മലപ്പുറം നായാടംപൊയിലിൽ ലൈസൻസ് ഇല്ലാത്ത ഹോം സ്റ്റേ നിലമ്പൂർ പോലീസ് അടപ്പിച്ചു. ഹോം സ്റ്റേയിൽ താമസിക്കാൻ എത്തിയവർ സമീപവാസിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്ന പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ CISF സംഘം സഞ്ചരിച്ച വാഹനം മറിഞ്ഞു. പരിക്കേറ്റ 15 പേരെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില ഗുരുതരം.
പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പോലീസിൽ കീഴടങ്ങി. ഡിവൈഎഫ്ഐ വാണിയംകുളം ടൗൺ യൂണിറ്റ് ഭാരവാഹി അജയകൃഷ്ണനാണ് കീഴടങ്ങിയത്. വയനാട്ടിൽ മന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ബത്തേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഉദ്ഘാടനത്തിന് മന്ത്രി എത്തുന്നതിന് മുൻപായിരുന്നു അറസ്റ്റ്. തസ്തിക സൃഷ്ടിക്കാതെയുള്ള ആശുപത്രി ഉദ്ഘാടനം പ്രഹസനമാണെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നു. കൊച്ചിയിൽ നടന്ന 25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ 3 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ റഹീസ്, അൻസാർ, അനീസ് റഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ മലപ്പുറം സ്വദേശി അജ്മലിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. അജ്മലിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. കോഴിക്കോട് ട്രാവൽസ് ഉടമയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. സംഭവത്തിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം. 5ഓളം പേർ സ്ഥാപനത്തിൽ കയറി ആക്രമിച്ചെന്നും തലയ്ക്ക് നേരെ പിക്കാസ് വീശിയെന്നും പരാതി. കോഴിക്കോട് ബേപ്പൂരിൽ സഹപാഠിയുടെ 36 പവൻ മോഷ്ടിച്ച പ്രതിയെ കേരളത്തിൽ എത്തിച്ചു. വിജയവാഡ സ്വദേശിനി സൗജന്യയാണ് പിടിയിലായത്. ബേപ്പൂർ സ്വദേശിനിയായ ഗായത്രിയുടെ വീട്ടിൽ താമസിക്കാൻ വന്നപ്പോഴാണ് സ്വർണം മോഷ്ടിച്ചത്. കോഴിക്കോട് ബീച്ച് ആശുപത്രി പരിസരം ലഹരിത്താവളമാകുന്നുവെന്ന പരാതിയിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ. പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സീനിയർ ഹൈറേഞ്ച് സ്പോർട് അക്കാദമിയുടെ ജുവൽ തോമസ് നാഷണൽ റെക്കോർഡോടെ സ്വർണം നേടി. 2.12 മീറ്റർ ചാടിയാണ് സ്വന്തം പേരിലുള്ള റെക്കോർഡ് മറികടന്നത്. മലപ്പുറം ചേലേമ്പ്രയിൽ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് UKG വിദ്യാർത്ഥിയുടെ പഠനം മുടക്കി പ്രധാനാധ്യാപിക. പ്രാകൃത നടപടി ചേലേമ്പ്ര ALP സ്കൂളിലെ UKG വിദ്യാർത്ഥിക്ക് നേരെ. ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ M കൃഷ്ണൻ നായരുടെ സ്മരണാർത്ഥം തിരുവനന്തപുരം ഓങ്കോളജി ക്ലബ്ബ് ഏർപ്പെടുത്തിയ പത്മശ്രീ ഡോക്ടർ M കൃഷ്ണൻ നായർ പുരസ്കാരം പ്രൊഫസർ GK രഥന് ഈ മാസം 26-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യും. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി പുറത്തേക്ക് തെറിച്ചു വീണു. വിഴിഞ്ഞം KSRTC ഡിപ്പോയിലെ ബസ്സിൽ നിന്നാണ് വിദ്യാർത്ഥിനി തെറിച്ചു വീണത്. അപകടമുണ്ടായത് പാച്ചല്ലൂർ ഗവൺമെന്റ് LP സ്കൂളിനും പാറവിളയ്ക്കും ഇടയിൽ. കൊച്ചിയിലെ 25 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പിൽ 3 പേർ പിടിയിൽ. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷം ഈ മാസം 24-ന്. കോളേജ് പ്ലാറ്റിനം ജൂബിലി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിശിഷ്ടാതിഥിയാകും. ശതാബ്ദി ലോഗോ രാഷ്ട്രപതി പ്രകാശനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ P രാജീവ്, VN വാസവൻ, ഹൈബിയുടെ MP, TJ വിനോദ് MLA, മേയർ M അനിൽകുമാർ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവന്യൂ സിസ്റ്റർ നിലീമ, CSST തുടങ്ങിയവർ പങ്കെടുക്കും. തിരുവനന്തപുരം അമ്പൂരിയിൽ കൂൺ കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിൽ തുടരുന്ന 6 പേരുടെയും ആരോഗ്യനിലയിൽ മാറ്റമില്ല. കുമ്പച്ചൽ കടവ് സ്വദേശി മോഹനൻ കാണിയും കുടുംബാംഗങ്ങളും ICUവിൽ തുടരുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ശിവഗിരിയിൽ എത്തുന്നതിന്റെ മുന്നൊരുക്കങ്ങൾ തുടങ്ങി. സുരക്ഷ വിലയിരുത്താൻ വിവിധ വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ടെത്തും. ഈ മാസം 23-നാണ് രാഷ്ട്രപതി എത്തുക. കോട്ടയം വൈക്കത്ത് മൊബൈൽ കടയിൽ നിന്ന് 17 ഫോണുകൾ മോഷ്ടിച്ച 4-അംഗ സംഘം പോലീസിന്റെ പിടിയിൽ. എറണാകുളത്ത് മൊബൈൽ ഫോൺ വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് യുവാക്കൾ പിടിയിലായത്. ആലുവയിൽ മെഡിക്കൽ ഷോപ്പിൽ ബൈക്ക് ഇടിച്ചുകയറി. കുന്നത്തേരി ജംഗ്ഷനിലെ സഹകാർ എന്ന മെഡിക്കൽ ഷോപ്പിലേക്കാണ് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ചുകയറിയത്. തിരുവനന്തപുരം കവടിയാർ ക്രൈസ്റ്റ് നഗർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രമേള നടന്നു. വലിയമല ISRO കേന്ദ്രത്തിലെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ VS സൂരജ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം മാമലക്കണ്ടത്ത് പാറ അടർന്നു വീണ് അപകടം. മാമലക്കണ്ടം സ്വദേശി രമണിക്ക് പരിക്കേറ്റു. കൊച്ചി നഗരത്തിലെ കനാൽ നവീകരണത്തിന് വിദേശ ഏജൻസികളുടെ ധനസഹായം ലഭിച്ചേക്കും. ഡൽഹിയിൽ നടന്ന ശില്പശാലയിൽ ചർച്ചകൾ നടന്നു. പ്രധാന അറിയിപ്പ്. ഗുരുവായൂർ ക്ഷേത്ര ദർശന സമയം കൂട്ടി. നാളെ മുതൽ പുലർച്ചെ 3-ന് തുറക്കുന്ന നട ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അടയ്ക്കുകയുള്ളൂ. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വയനാട് കാക്കവയൽ പുൽപ്പള്ളി റോഡിൽ ഗതാഗതം നിരോധിച്ചു. ഇന്നു മുതൽ 3 ദിവസത്തേക്കാണ് നിയന്ത്രണം.
കൊല്ലം വെറ്റമുക്ക് ഓച്ചിറ റോഡിൽ അടുത്ത മാസം 14 വരെ ഗതാഗത നിയന്ത്രണം. നിരോധനം ഏർപ്പെടുത്തിയത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തവർക്കായി സൗജന്യ സോഫ്റ്റ് സ്കിൽ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 21, 22, 23 തീയതികളിലാണ് പരിശീലനം. കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിൽ PhD പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം 26 വരെ നീട്ടി. സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം. പാലക്കാട് ജില്ലയിലെ പട്ടയ സംബന്ധമായ സർവേ ജോലികൾക്കും മറ്റുമായി സർവേയേഴ്സ്, ചെയിൻമാൻ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 21 രാവിലെ 10 മണിക്ക് പാലക്കാട് കളക്ടറേറ്റിൽ ഹാജരാകണം. ദേശീയ വാർത്തകൾ. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ സ്വമേധയാ കേസെടുത്ത് സുപ്രീം കോടതി. തട്ടിപ്പുകൾ പെരുകുന്നത് ആശങ്കാജനകമെന്ന് കോടതി. തമിഴ്നാട് ദിണ്ടിഗൽ ജയിലിൽ മലയാളി മരിച്ച നിലയിൽ. മരിച്ചത് എറണാകുളം സ്വദേശി വർഗീസ്. 2012 DMK നേതാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ കഴിഞ്ഞ ദിവസമാണ് ദിണ്ടിഗൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ അപകടകാരിയായ റോളക്സ് എന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി. 1 മാസം നീണ്ട ദൗത്യമാണ് ഒടുവിൽ വിജയിച്ചത്. കർണാടകയിലെ ഹാവേരിയിൽ മിനി ട്രാക്ടർ ട്രെയിലറിലേക്ക് ഇടിച്ചു കയറി അപകടം. 3 പേർ മരിച്ചു, 20 പേർക്ക് പരിക്ക്. ആൾക്കൂട്ടക്കൊലയ്ക്കിരയായ റായ്ബറേലിയിലെ ദളിത് യുവാവ് ഹരി ഓം വാൽമീകിയുടെ കുടുംബത്തെ കണ്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ദളിതർക്കെതിരായ ആക്രമണങ്ങളിൽ കോൺഗ്രസ് ശബ്ദം ഉയർത്തുമെന്ന് രാഹുൽ ഗാന്ധി. കരൂർ ദുരന്തത്തിൽ അന്വേഷണം ആരംഭിച്ച് CBI. 6 അംഗ സംഘം കരൂരിലെത്തി SITയിൽ നിന്ന് രേഖകൾ കൈപ്പറ്റി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പഞ്ചാബ് DIG ഹർചരൺ സിംഗ് ഭുള്ളറിന്റെ വസതിയിൽ നിന്ന് കണ്ടെടുത്തത് കോടികൾ. 5 കോടി രൂപയുടെ നോട്ട്, 1.5 കിലോ സ്വർണ്ണാഭരണം, 22 ആഡംബര വാച്ചുകൾ തുടങ്ങിയവയാണ് കണ്ടെടുത്തത്. വ്യോമസേനാ ശേഷി റാങ്കിങ്ങിൽ ചൈനയെ മറികടന്ന് ഇന്ത്യ. വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ പുതിയ റാങ്കിങ്ങിൽ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ശേഷം 3-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചികയിൽ 369 രേഖപ്പെടുത്തി. രാജ്യാന്തര വാർത്തകൾ. റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾക്കിടെ ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച. നിർണായക ചർച്ച വൈറ്റ് ഹൌസിൽ. ഗസയിലെ മനുഷ്യക്കുരുതി ഹമാസ് തുടർന്നാൽ അവരെ അങ്ങോട്ട് ചെന്ന് കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹമാസ് നടത്തുന്ന കൊലപാതകങ്ങൾ സമാധാന കരാറിന്റെ ഭാഗമല്ലെന്നും ട്രംപ്. യമനിലെ ഹൂതികളുടെ സൈനിക മേധാവിയെ വധിച്ച് ഇസ്രയേൽ. കൊല്ലപ്പെട്ടത് സൈനിക മേധാവി അബ്ദുൽ കരീം അൽ ഗമാരി. ഇസ്രയേലിന് കനത്ത മറുപടി നൽകുമെന്ന് ഹൂതികൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനെതിരെ കുറ്റം ചുമത്തി. ദേശീയ പ്രതിരോധ വിവരങ്ങൾ കൈവശം സൂക്ഷിച്ചതിനും കൈമാറിയതിനുമാണ് നടപടി. H-1B തൊഴിലാളി വീസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള പുതിയ നയത്തിനെതിരെ കേസ് ഫയൽ ചെയ്ത് US ചേംബർ ഓഫ് കൊമേഴ്സ്. അതേസമയം H-1B വീസ കൈവശമുള്ളവർക്കോ സെപ്റ്റംബർ 21 മുൻപ് അപേക്ഷ സമർപ്പിച്ചവർക്കോ ഈ ഉത്തരവ് ബാധകമല്ലെന്ന് US ഭരണകൂടം. സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ്. പവന് 2840 രൂപ ഒറ്റയടിക്ക് കൂടി 97,360 രൂപയായി. ഗ്രാമിന് 355 രൂപ കൂടി 12,170 രൂപയുമായി. സാമ്പത്തിക വർഷത്തെ 2ാം പാദത്തിൽ 351.36 കോടി രൂപയുടെ റെക്കോർഡ് അറ്റാദായം രേഖപ്പെടുത്തി സൗത്ത് ഇന്ത്യൻ ബാങ്ക്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 8% വർധന. പൊതുമേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാലയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് നാളെ നീറ്റിലിറക്കുന്നത് വ്യത്യസ്ത ഇനത്തിലുള്ള 3 കപ്പലുകൾ. ഏകദേശം 2000 കോടി രൂപയാണ് കരാർ മൂല്യം. സ്പോർട്സ് ന്യൂസ്. പരുക്കേറ്റത് മൂലം ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് പുറത്ത്. പകരം മാർണസ് ലബുഷേനെ ടീമിൽ ഉൾപ്പെടുത്തി. ക്രിക്കറ്റിൽ പുതിയ ഫോർമാറ്റ് വരുന്നു. 20 ഓവറുള്ള 4 ഇന്നിംഗ്സുകളുള്ള മത്സരത്തിന് ടെസ്റ്റ് 20 എന്നാണ് പേര്. ഈ സാമ്പത്തിക വർഷം BCCIക്ക് 6700 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ. അടുത്തിടെ സമാപിച്ച ഏഷ്യാ കപ്പിലൂടെ മാത്രം 100 കോടി രൂപ ലഭിക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരെ ലീഡ് വഴങ്ങി കേരളം. 239 റൺസ് പിന്തുടർന്ന കേരളം 1-ാം ഇന്നിംഗ്സിൽ 219 പുറത്തായി.
ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി പാക് പതാകയിൽ ഓട്ടോഗ്രാഫ് നൽകുന്നതെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. RCB ജേഴ്സി ഫോട്ടോഷോപ്പിലൂടെ പാക് പതാകയാക്കിയാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. നാളെ അറിയാൻ. പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. തൊഴിൽമേള നാളെ രാവിലെ 10-ന് കുഴൽമന്ദം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൽ 10, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, PG യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മില്ലുടമകളുമായി മന്ത്രിമാർ നാളെ ചർച്ച നടത്തും. എറണാകുളം ബുൾഗാട്ടി പാലസിൽ ഉച്ചകഴിഞ്ഞ് 3:30 നടക്കുന്ന ചർച്ചയിൽ മന്ത്രിമാരായ GR അനിൽ, KN ബാലഗോപാൽ, P രാജീവ്, P പ്രസാദ് എന്നിവർ പങ്കെടുക്കും. ശുദ്ധീകരണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ പാലക്കാട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെയും തെങ്കര പഞ്ചായത്തിലും നാളെ കുടിവെള്ളം മുടങ്ങും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് നിയന്ത്രണം. പുനലൂർ നഗരസഭയുടെയും വിജ്ഞാന കേരളം കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ നാളെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. മേള രാവിലെ 9 മുതൽ പുനലൂർ ഗവൺമെന്റ് HSSൽ PS സുപാൽ MLA ഉദ്ഘാടനം ചെയ്യും. കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റും ഇടുക്കി ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരം നാളെ രാവിലെ 9-ന് ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ. ഇപ്പോൾ കിട്ടിയത് കൊച്ചി വരാപ്പുഴയിൽ സ്കൂട്ടറിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് യുവതി മരിച്ചു. വരാപ്പുഴ സ്വദേശി ലിപിയാണ് മരിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാന്റെ വ്യോമാക്രമണം. ജനവാസ മേഖലയിലാണ് ആക്രമണം ഉണ്ടായതെന്ന് താലിബാൻ ആരോപിച്ചു. പഞ്ചാബിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിലെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരുടെ പക്കൽ നിന്നും ആയുധങ്ങളും മയക്കുമരുന്നും പിടികൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.